പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ ഏറ്റവും നിർണായകമായ ആ ശിക്ഷാവിധി പുറത്തു വന്നിരിക്കുന്നു. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കേസിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി. പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ. അതിക്രൂരമായ കൊലപാതകത്തിനൊടുവിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ സജിത വധക്കേസിൽ ഇരട്ട ജീവപര്യന്തം വിധിച്ചിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ സുധാകരനെയും സുധാകരന്റെ അമ്മയും കൊന്ന കേസിൽ ഇരട്ട ജീവപര്യന്തത്തിന് പിന്നാലെ ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. ചെന്താമരയ്ക്ക് വധശിക്ഷ. പ്രസാദ് പറയൂ. ഷാമിലി, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത് കോടതി അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ചുകൊണ്ട് ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ 2025 ജനുവരി 20 ശേഷം നടക്കുന്ന അടുത്ത വധശിക്ഷയാണ്. നെയ്യാറ്റിൻകര ഷാരോൺ വധക്കേസിന് ശേഷം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വധശിക്ഷയായി നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസ് മാറിയിരിക്കുന്നു. ചെന്താമരയ്ക്ക് വധശിക്ഷയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോടതി കണ്ടെത്തിയ വധശിക്ഷ നൽകാൻ കോടതി പറയുന്ന കാരണങ്ങൾ, ഒന്നിത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. കോടതിക്ക് ഒരു തരത്തിലുള്ള മാനസാന്തരവും സംഭവിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ കോടതിയിൽ പ്രതി കുറ്റകൃത്യം ചെയ്തതിനു ശേഷം ജീവൻ ഒടുക്കാൻ ശ്രമിച്ചു എന്ന ആത്മഹത്യാ തിയറി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കോടതി പറയുന്നു. അതോടൊപ്പം തന്നെ പ്രതിഭാഗത്തിന്റെ ഒരു തരത്തിലുള്ള വാദവും പ്രതിയുടെ പ്രായം കണക്കിലെടുക്കണമെന്ന വാദം കോടതി അംഗീകരിച്ചിട്ടില്ല. മിറ്റിഗേഷൻ റിപ്പോർട്ട് കണക്കിലെടുക്കണമെന്ന വാദം കോടതി അംഗീകരിച്ചിട്ടില്ല. ഇതിന് ഈ കേസിൽ ദൃക്സാക്ഷികളില്ല. ദൃക്സാക്ഷികളെ പോലും ഭയന്നിട്ട് മാറിയതാണ് എന്നുള്ളത് വസ്തുത നിലയിലേക്ക് ഈ കേസിൽ ദൃക്സാക്ഷികളില്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിച്ചിട്ടില്ല. പ്രോസിക്യൂഷൻ വാദങ്ങൾ പൂർണ്ണമായും കോടതി അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെ ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രസാദ്, കേരള മനസാക്ഷിയെ ഞെട്ടിച്ച നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ ശിക്ഷാവിധി വന്നിരിക്കുകയാണ്. ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. പ്രസാദ്, ഞാൻ പറഞ്ഞത് അതായത് പ്രതിഭാഗത്തിന്റെ സകല വാദങ്ങളും കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതൊന്നും വില പോയിട്ടില്ല. കോടതി അതൊന്നും മുഖവിലേക്ക് എടുത്തിട്ടില്ല. പ്രോസിക്യൂഷൻ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നു. അങ്ങനെ ഏറ്റവും വലിയ ശിക്ഷ, വധശിക്ഷ തന്നെ ചെന്താമരയ്ക്ക് വിധിച്ചിരിക്കുന്നു. തീർച്ചയായും ഷാമിലി, പ്രോസിക്യൂഷന്റെ പ്രതിഭാഗത്തിന്റെ ഒരു വാദവും പോലും കോടതി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് ഞാൻ തുടക്കത്തിൽ പറയുന്നത്. നമ്മൾ ഈ വിധി പ്രസ്താവം വായിക്കുന്ന സമയത്ത് തന്നെ അതിനകത്ത് കോടതി പറയുന്ന ഓരോ കാര്യങ്ങളുമുണ്ട്. സജിതയുടെ കൊലപാതക കേസ് ഉൾപ്പെടെ അതിനുശേഷം നടന്ന സംഭവവികാസങ്ങളെല്ലാം തന്നെ അക്കമിട്ട് കോടതി പറയുകയാണ്. വിവരിച്ചതിന് ശേഷമാണ് ഈ പ്രതിക്ക് ഒരു തരത്തിലുള്ള മാനസാന്തരവും സംഭവിച്ചിട്ടില്ല. കോടതിയിൽ ജൂലൈ 13 പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി പറയുന്ന സമയത്തും പ്രതിയുടെ പ്രതികരണം, ജഡ്ജിയെ പോലും വെല്ലുവിളിക്കുന്ന പ്രതികരണങ്ങൾ ഉണ്ടായി എന്നുള്ളത് കോടതി പറയുകയാണ്. മിറ്റിഗേഷൻ റിപ്പോർട്ടിനെ ഒരു തരത്തിലും കോടതി മുഖവിലക്കെടുത്തിട്ടില്ല. അതിനകത്ത് പ്രോസിക്യൂഷന്റെ വാദമാണ് കോടതി അംഗീകരിച്ചിട്ടുള്ളത്. ആത്മഹത്യാ തിയറി, പ്രതിഭാഗത്തിന്റെ ആത്മഹത്യാ തിയറി കോടതി മുഖവിലക്കെടുത്തിട്ടില്ല. പ്രതിക്ക് പ്രായമായി 62 വയസ്സായി എന്നുള്ള വാദം കോടതി മുഖവിലക്കെടുത്തിട്ടില്ല. കാരണം ഇയാൾ നിരന്തരം കുറ്റകൃത്യം ചെയ്യുന്ന, കുറ്റവാസനയുള്ള, വൈരാഗ്യം ഉള്ളിലൊളിപ്പിച്ച് അത് കൊലപാതകം നടത്തുന്ന പ്രതിയാണ്. ഇനി പുറത്തിറങ്ങിയാൽ ഇയാൾക്ക് ഇനിയും ഇതേ കുറ്റകൃത്യം ചെയ്യുമെന്നുള്ളത് തെളിയിക്കാൻ, ഒരു സംശയവുമില്ലാതെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി കോടതി പരിഗണിക്കുന്നത്. ഒരു കൊലപാതക കേസിൽ, ആ കേസിൽ കൊല്ലപ്പെട്ട സജിതയുടെ ഭർത്താവിനെയും അവരുടെ അമ്മയെയും ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വൈരാഗ്യം സൂക്ഷിച്ചുകൊണ്ട് ജാമ്യത്തിലിറങ്ങി കാത്തിരുന്ന് ആസൂത്രിതമായി കൊലപ്പെടുത്തി എന്ന വാദം, പ്രോസിക്യൂഷന്റെ വാദം പൂർണ്ണമായും അംഗീകരിക്കാൻ കോടതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പ്രതി ഏതെങ്കിലും കാരണവശാൽ പുറത്തിറങ്ങുകയാണെങ്കിൽ ഇനിയുള്ള സുധാകരന്റെയും സജിതയുടെയും 2 പെൺമക്കൾ അഖിലയും അതിലേക്കും അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അവർക്ക് അത്രത്തോളം ഭീഷണിയുണ്ട്. ഇതിനകത്ത് നിർണായക സാക്ഷി പറഞ്ഞിട്ടുള്ള കോയമ്പത്തൂരിൽ ഇപ്പോൾ സ്വന്തം നാട് വിട്ട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നിട്ടുള്ള പുഷ്പയ്ക്ക് ഇനി പുറത്തിറങ്ങാൻ ഭയമുണ്ട്. അവർക്കെല്ലാം നീതി ഉറപ്പാക്കേണ്ടത് കോടതിയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ കോടതി ആ വാദങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട്, പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം തന്നെ അക്ഷരം പ്രതി അംഗീകരിച്ചുകൊണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സാധാരണ കൊലപാതക കേസുകളിൽ ഏതെങ്കിലും ഒരു തെളിവ് അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ ഭാഗം തെളിയിക്കാൻ കഴിയാതെ വരുന്ന സന്ദർഭങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ദൃക്സാക്ഷിയെ കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നില്ല. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ദൃക്സാക്ഷി ഉണ്ടായിട്ടും ഒരാൾ ഇതിനകത്ത് ദൃക്സാക്ഷിയായിരുന്നു. പക്ഷേ അയാൾ നാട് വിടുകയും പിന്നീട് പോലീസ് സംരക്ഷണം നൽകാമെന്ന് പറയുകയും ചെയ്തിട്ട് പോലും അതിന് തയ്യാറാകുന്ന കൂറുമാറുന്ന സാഹചര്യം ഉണ്ടായി. 4 പേർ ഈ കേസിൽ കൂറുമാറി. പക്ഷേ അത്തരം വെല്ലുവിളികളെല്ലാം തന്നെ മറികടന്ന് പ്രോസിക്യൂഷന് ഇതിനകത്ത് കൃത്യമായി കോടതിയെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് 62-കാരനായ ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിക്കാൻ കോടതി കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോടതി ഓരോ കാര്യങ്ങളും
ഒരു പഴുതില്ലാതെ ഇത് നേരത്തെ നമ്മൾ ഷബ്ന വളരെ കൃത്യമായി ഇത് പറഞ്ഞതാണ്. വിചാരണ കോടതി വധശിക്ഷ വിധിച്ചാൽ അത് വധശിക്ഷ നടപ്പിലാക്കുകയല്ല, അത് ഹൈക്കോടതി പരിശോധിക്കും. ഹൈക്കോടതി പരിശോധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വധശിക്ഷ എന്ന് പറയുന്നത് നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ തിരുത്താൻ അവസരമില്ലാത്ത ഒരു ശിക്ഷയാണ്. അപ്പോൾ വധശിക്ഷ ലഭിക്കുന്ന പ്രതിക്ക് അത് അർഹനാണോ എന്നുള്ളത് മേൽക്കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ച്, ഇതിൽ ഒരു ഏകാംഗ ജഡ്ജാണ് ഇപ്പോൾ സെഷൻ കോടതിയിൽ വിധി പറയുന്നത്. അപ്പോൾ ഒരു പിഴവ് പോലും സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ഡിവിഷൻ ബെഞ്ച് ഒന്നിൽ കൂടുതൽ ആളുള്ള അംഗങ്ങൾ ആ വിധി പരിശോധിക്കുകയും തെളിവുകൾ പരിശോധിക്കുകയും ഏതെങ്കിലും ഘട്ടത്തിൽ ഇളവ് നൽകേണ്ടതാണെങ്കിൽ അത് ഇളവ് നൽകുകയും വേണമെങ്കിൽ പ്രതിക്ക് ആവശ്യമായ തെളിവിൽ വെറുതെ വിടാൻ പോലും കഴിയുന്ന തരത്തിലേക്ക് ഹൈക്കോടതി നിൽക്കുന്നത് വെച്ചാൽ അത് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന ഒരു നമ്മുടെയൊക്കെ ഈ കോടതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആപ്തവാക്യത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഈ വിചാരണ കോടതിയെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ വരുന്ന തെളിവുകളാണ്, സാഹചര്യ തെളിവുകളാണ്. ആ പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ പുറത്തേക്ക് വന്നാൽ ആ പ്രതി ഈ പറയുന്ന കുടുംബത്തിന് ഭീഷണിയാകുമോ, സമൂഹത്തിന് ഭീഷണിയാകുമോ, പ്രതി മാനസാന്തരം വന്ന് പ്രതിക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു നല്ല മനുഷ്യനായി മാറാനുള്ള സാഹചര്യമുണ്ടോ, ഇതിലെല്ലാം തന്നെയാണ് സാമൂഹിക പശ്ചാത്തല പരിശോധന നടത്തുന്നത്, അതിന് മറ്റ് കൗൺസിലിംഗ് നടത്തുന്നത്. അത് പോലീസിന്റെ ആണെങ്കിലും അതോടൊപ്പം തന്നെ ഈ സാമൂഹിക വകുപ്പിന്റെ ലീഗൽ അതോറിറ്റി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ആണെങ്കിലും ഒക്കെ അഭിപ്രായങ്ങൾ തേടുന്നത്, റിപ്പോർട്ട് തേടുന്നത് എല്ലാമാണ്. അത് കോടതിക്ക് തെറ്റുപറ്റരുത്. വധശിക്ഷ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തിരുത്താൻ അവസരമില്ലാത്ത ശിക്ഷയാണ്. അപ്പോൾ എല്ലാ പഴുതുകളും പരിശോധിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ശിക്ഷ വിധിക്കുക. വിചാരണ കോടതി എന്തായാലും ഈ കേസിൽ വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ഇനിയുള്ളത് ഈ പറയുന്നത് പോലെ പ്രോസിക്യൂഷന്റെ മുഴുവൻ വാദവും സുധാകരന്റെ കുടുംബം, ആ മക്കൾ രണ്ടുപേർ അതുല്യയും അഖിലയും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഈ സംഭവം ഉണ്ടായ സമയത്ത് ഇപ്പോഴും ഓർക്കുകയാണ്, അവർ അലറിക്കരയുകയായിരുന്നു. കാരണം നിരവധി തവണ പോലീസിന് മുന്നിൽ വന്ന് ഞങ്ങളുടെ കുടുംബത്തിന് ഇയാളിതാ ഇവിടെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് വന്ന് താമസിക്കുന്നു, ഞങ്ങളെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു, വിദ്യാർത്ഥിനിയായ എനിക്ക് പുറത്തു പോകാൻ കഴിയില്ല എന്നുള്ളതെല്ലാം പറയുന്ന ഘട്ടത്തിലുണ്ടായി. അപ്പോൾ പോലും പോലീസ് നടപടി എടുത്തിരുന്നില്ല. അപ്പോൾ അതിനകത്ത് പോലീസിന്റെ ഒരു വീഴ്ച കൊണ്ട് സംഭവിച്ചത് കൂടി എന്ന് നമുക്ക് പറയേണ്ടി വരും.